IPL 2026 മൈതാനങ്ങളിൽ മഞ്ഞക്കടൽ ഇരമ്പുമ്പോൾ ആ ആവേശത്തിന്റെ നടുനായകനായി നിൽക്കുന്നത് ഒരു മലയാളിയാണ്, സഞ്ജു വിശ്വനാഥ് സാംസൺ. രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഐതിഹാസികമായ മഞ്ഞക്കുപ്പായത്തിലേക്കുള്ള സഞ്ജുവിന്റെ ചുവടുമാറ്റം വെറും ഒരു ട്രേഡ് ആയിരുന്നില്ല, മറിച്ചൊരു ജനതയുടെ വൈകാരികമായ ഏറ്റെടുക്കലായിരുന്നു. ചെന്നൈ ആരാധകർക്ക് സഞ്ജു ഇന്ന് വെറും ഒരു ക്രിക്കറ്റ് താരമല്ല, തങ്ങളുടെ പ്രിയപ്പെട്ട സഞ്ജു ചേട്ടനാണ്. ക്രിക്കറ്റ് ലോകത്ത് താരപ്പകിട്ടിന്റെയും സുരക്ഷാ സന്നാഹങ്ങളുടെയും നടുവിൽ ജീവിക്കുന്ന പ്രമുഖ താരങ്ങൾക്കിടയിൽ സഞ്ജു എന്ന മനുഷ്യൻ വേറിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ലാളിത്യം കൊണ്ടാണ്. ചെന്നൈയുടെ തെരുവുകളിലും ബീച്ചുകളിലും സാധാരണക്കാരിൽ ഒരാളായി അദ്ദേഹം ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. താൻ എവിടെയായിരുന്നാലും തന്റെ വേരുകൾ മറക്കാത്ത ആരാധകരെ സ്വന്തം കുടുംബമായി കാണുന്ന ഒരു കായിക താരത്തിന്റെ ഉദാത്തമായ മാതൃക. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഒരു ബീച്ചിൽ നടന്ന സംഭവങ്ങൾ സഞ്ജു എന്ന വ്യക്തിയെ കൂടുതൽ അടുത്തറിയാൻ സഹായിക്കുന്നതാണ്. വൈകുന്നേരം ബീച്ചിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം യുവാക്കൾക്ക് മുന്നിലേക്ക് യാതൊരു സുരക്ഷാ അകമ്പടിയുമില്ലാതെ ഒരു കാർ വന്നിറങ്ങുന്നു. അതിൽ നിന്നും ഇറങ്ങി വരുന്നത് ചെന്നൈയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ബാറ്റിംഗ് ഹീറോയായ സഞ്ജു ആയിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോൾ ആ യുവാക്കൾക്ക് അത് വിശ്വസിക്കാനായില്ല. സാധാരണഗതിയിൽ ഒരു സെലിബ്രിറ്റി വന്നാൽ ആരാധകർ തടിച്ചുകൂടുമെന്നും അത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും കരുതി പലരും ഇത്തരം ഇടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാറാണ് പതിവ്. എന്നാൽ സഞ്ജു അവിടെ എത്തിയത് ആ യുവാക്കളോടൊപ്പം ക്രിക്കറ്റ് കളിക്കാനാണ്. വലം കൈയ്യൻ ബാറ്ററായ സഞ്ജു കളിയുടെ ആവേശത്തിൽ ഒരു കൗതുകത്തിനായി ഇടം കൈയ്യനായാണ് ബാറ്റ് പിടിച്ചത്. എന്നിട്ടും ആ പ്രാദേശിക ബൗളർമാരെ സിക്സറുകൾക്ക് തൂക്കാൻ സഞ്ജുവിന് പ്രയാസമുണ്ടായില്ല. തകർക്കുന്നു തൂക്കുന്നു എന്ന ഡയലോഗ് ആരാധകരെ കൊണ്ട് പറയിപ്പിച്ചും അദ്ദേഹം മടങ്ങിയപ്പോൾ ആ യുവാക്കൾക്ക് ലഭിച്ചത് ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കാനുള്ള ഒരു നിമിഷമായിരുന്നു. സഞ്ജു എന്ന പേര് രാജസ്ഥാൻ റോയൽസുമായി എത്രത്തോളം ഇടചേർന്ന് കിടന്നിരുന്നു എന്ന് നമുക്കറിയാം. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും കളിക്കാരൻ എന്ന നിലയിലും രാജസ്ഥാന്റെ നട്ടല്ലായിരുന്നു അദ്ദേഹം. എന്നാൽ 2026 സീസണിലെ ആ വലിയ ട്രേഡ് നടക്കുമ്പോൾ ക്രിക്കറ്റ് ലോകം അമ്പരന്നു. സഞ്ജു ചെന്നൈയിലേക്ക് പോകുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അത് വലിയ തരംഗമായി. സഞ്ജു തന്നെ വെളിപ്പെടുത്തിയതുപോലെ വർഷങ്ങളായി തമിഴ്നാട്ടിലെ ആരാധകർ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്ന കാര്യമായിരുന്നു ഇത്. എവിടെ വെച്ച് ഒരു തമിഴ്നാട്ടുകാരനെ കണ്ടാലും അവർ ചോദിക്കുന്നത് സഞ്ജു എന്ന് CSKയിലേക്ക് വരുമെന്നാണ്. സഞ്ജു പറയുന്നു, ചെന്നൈയുടെ മണ്ണിൽ സഞ്ജുവിന് ലഭിക്കുന്ന സ്വീകാര്യത ഒരു വിദേശ താരത്തിനോ അല്ലെങ്കിൽ വടക്കേന്ത്യൻ താരത്തിനോ ലഭിക്കുന്നതിനേക്കാൾ വലുതാണ്. ദക്ഷിണേന്ത്യൻ എന്ന ബന്ധത്തിനപ്പുറം സഞ്ജുവിന്റെ കളിയോടുള്ള സമീപനമാണ് തമിഴ് മക്കളെ ആകർഷിച്ചത്. MS ധോണി എന്ന ഇതിഹാസത്തിന് ശേഷം ചെന്നൈ ആരാധകർ അത്രമേൽ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും നോക്കിക്കാണുന്ന ഒരു താരം സഞ്ജുവാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. മഞ്ഞ ജേഴ്സി അണിയുമ്പോൾ തനിക്ക് വലിയ ഉത്തരവാദിത്തം തോന്നുന്നുണ്ടെന്ന് സഞ്ജു സൂപ്പർ കിങ്സ് പോഡ്കാസ്റ്റിൽ തുറന്നു പറഞ്ഞു. രാജസ്ഥാനിൽ ഞാൻ കളിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഓരോ ഷോട്ട് കളിക്കുന്നതിന് മുൻപും ഞാൻ 2 തവണ ചിന്തിക്കും. കാരണം എന്നെ അത്രയധികം വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. അവരെ നിരാശപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. സഞ്ജുവിന്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസത്തെയും ആരാധകരോടുള്ള ബഹുമാനത്തെയും സൂചിപ്പിക്കുന്നു. പെരുമാറ്റം കൊണ്ട് മാത്രമല്ല, തന്റെ ബാറ്റ് കൊണ്ടും സഞ്ജു ചെന്നൈയുടെ രക്ഷകനായി മാറിക്കഴിഞ്ഞു. 2026 IPL സീസണിലെ CSKയുടെ കുതിപ്പിൽ സഞ്ജുവിന്റെ പങ്ക് നിർണായകമാണ്. 11 മത്സരങ്ങളിൽ നിന്നും 430 റൺസ് എന്നത് ഒരു മധ്യനിര ബാറ്ററെ സംബന്ധിച്ച് മികച്ച റെക്കോർഡാണ്. ഈ സീസണിൽ ഇതിനോടകം തന്നെ 2 സെഞ്ചുറികൾ സഞ്ജു തന്റെ പേരിൽ കുറിച്ചു കഴിഞ്ഞു. കളി ഏത് ഘട്ടത്തിലാണെങ്കിലും സമ്മർദ്ദമില്ലാതെ ബാറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ചെന്നൈക്ക് വലിയ കരുത്താണ്. വെറും റൺസ് കണ്ടെത്തുക എന്നതിലുപരി ടീമിന് ആവശ്യമുള്ള വേഗതയിൽ റൺസ് അടിച്ചുകൂട്ടുന്നതിലാണ് സഞ്ജു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചെന്നൈയുടെ ബാറ്റിംഗ് നിരയിൽ രുദ്രാജ് ഗെയ്ക്വാദിനൊപ്പം സഞ്ജുവും ചേരുമ്പോൾ എതിർ ടീമുകൾക്ക് അത് വലിയ ഭീഷണിയായി മാറുന്നു. ധോണിയുടെ ഉപദേശങ്ങളും സഞ്ജുവിന്റെ തനതായ ശൈലിയും ചേരുമ്പോൾ ചെന്നൈയുടെ മധ്യനിര കൂടുതൽ ശക്തമായിരിക്കുന്നു. കേരളവും തമിഴ്നാടും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം സഞ്ജുവിലൂടെ ക്രിക്കറ്റ് മൈതാനത്തും പ്രകടമാവുകയാണ്. സഞ്ജുവിനെ ചേട്ടൻ എന്ന് വിളിക്കാനാണ് ചെന്നൈ ആരാധകർക്ക് ഇഷ്ടം. സ്റ്റേഡിയത്തിൽ സഞ്ജു ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ സഞ്ജു ചേട്ട എന്ന വിളി മുഴങ്ങുന്നത് ഇന്ന് പതിവ് കാഴ്ചയാണ്. സഞ്ജുവിന്റെ ലാളിത്യവും ആരാധകരോടുള്ള വിനയവും തമിഴ് ജനതയുടെ സ്വഭാവവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. തമിഴ് സിനിമകളിലെ നായകന്മാരെ പോലെ സഞ്ജുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം യുവാക്കൾ തമിഴ്നാട്ടിലുണ്ട്. അദ്ദേഹം ബീച്ചിൽ വെച്ച് പറഞ്ഞ ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ വൈറലായതും അതുകൊണ്ടാണ്. ക്രിക്കറ്റിനപ്പുറം ഒരു വൈകാരിക ബന്ധം ആരാധകരുമായി സ്ഥാപിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു. IPL 2026 പ്ലേ ഓഫ് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സഞ്ജുവിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളികളാണ്. ചെന്നൈ 6ാം തവണ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് വലിയ പങ്ക് വഹിക്കും. കൂടാതെ ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനും ഈ സീസണിലെ പ്രകടനം വലിയ കരുത്താകും. CSK മാനേജ്മെന്റും പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിംഗും സഞ്ജുവിന് നൽകുന്ന പിന്തുണ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. വിക്കറ്റിന് പിന്നിലും സഞ്ജുവിന്റെ സാന്നിധ്യം ചെന്നൈക്ക് ഗുണകരമാണ്. ധോണിയുടെ പിൻഗാമിയായി സഞ്ജുവിനെ കാണുന്ന ആരാധകർക്കും ഈ പ്രകടനം വലിയ ആശ്വാസം നൽകുന്നു. സഞ്ജു എന്ന മലയാളി താരം ചെന്നൈയുടെ മണ്ണിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ്. കളിക്കളത്തിലെ വീരഗാഥകൾക്കപ്പുറം മനുഷ്യത്വത്തിന്റെ വലിയ പാഠങ്ങൾ കൂടി അദ്ദേഹം തന്റെ ഓരോ നീക്കത്തിലൂടെയും പഠിപ്പിക്കുന്നു. താരപ്പകിട്ടിന്റെ തടവറയില്ലാതെ ആരാധകർക്കിടയിൽ ഇറങ്ങിച്ചെല്ലുന്ന സഞ്ജു വരാനിരിക്കുന്ന തലമുറയിലെ ക്രിക്കറ്റ് താരങ്ങൾക്കൊരു വലിയ മാതൃകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു ഇനിയും ഒരുപാട് റൺസ് അടിച്ചുകൂട്ടട്ടെ എന്നും തമിഴ് മക്കളുടെ പ്രിയപ്പെട്ട ചേട്ടനായി അദ്ദേഹം എന്നും തിളങ്ങട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. ഒരു മലയാളിയുടെ കരുത്തും ലാളിത്യവും IPL മൈതാനങ്ങളിൽ വിജയക്കൊടി പാറിക്കുന്നത് കാണുന്നത് ഓരോ കേരളീയനും അഭിമാനകരമായ നിമിഷമാണ്.